ഒരു കാലത്തിന്റെ ചേഞ്ച് അവിടെ ആരംഭിക്കുകയാണ്. യോസഫിന്റെ ജീവിതത്തിൽ 5 കാലങ്ങളാണ് ഉണ്ടായിരുന്നത്. ദിവസങ്ങളും കാലങ്ങളും സമയവും മാറുന്നതിനനുസരിച്ച് പല മാറ്റങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടാകും, അവരുടെ സ്വഭാവ രീതികളുണ്ടാകും, ചിന്തയിലുണ്ടാകും, വികാരങ്ങളുണ്ടാകും, ജീവിത സാഹചര്യങ്ങളുണ്ടാകും. ഒന്നും നമ്മുടെ കൺട്രോളല്ല. കൺട്രോളിനപ്പുറമായിട്ട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകേണ്ടി വരും. സങ്കീർത്തനങ്ങൾ 105 അതിൻ്റെ 17 വാക്യം ഒരാൾക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 105 അതിൻ്റെ 17 വാക്യം വായിക്കുന്നു. അത് നമുക്ക് കേൾക്കാം. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസെഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. വീണ്ടും യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവൻ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ആമേൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കൊടുങ്ങുകയും ചെയ്തു. ഒന്ന് അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളുണ്ട്. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളുണ്ട്. പല കാലങ്ങളുണ്ട്. ഓക്കെ, ഇന്ന് ഏത് കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചോദിച്ചാൽ, ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? ഡേറ്റൊന്നും നോക്കൂല. ഏത് മാസത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആർക്കെങ്കിലും അറിയോ? ഏത് മാസമാണ് ഇത്? ഏത് കാലമാണ് ഈ നവംബർ മാസം? നമ്മൾ ഈ തിരുവനന്തപുരത്ത് കേരളത്തിൽ താമസിക്കുന്നുണ്ട്. കാലത്തിലൊന്നും വലിയ കാര്യമില്ല അല്ലേ? ഏപ്രിൽ മാസം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മഴയാണ്. അതുകൊണ്ട് കാലത്തിനൊന്നും വലിയ കാര്യമില്ല. ഇന്ന് വേനല്ലെങ്കിൽ നാളെ മഴ, നാളെ മറ്റന്നാൾ മഞ്ഞല്ലേ? അതുകൊണ്ട് അറിയത്തില്ല. ഇപ്പം നമ്മൾ മഴക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഭൂമിക്ക് വെച്ചിരിക്കുന്ന കാലങ്ങൾ, അല്ലെങ്കിൽ ഒരു ദേശത്തിന് വെച്ചിരിക്കുന്ന കാലം. പക്ഷെ ഇതുപോലെ തന്നെ മനുഷ്യനും വിവിധമായ കാലങ്ങളുണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ടത് യോസഫിനെ പറ്റി ഉള്ളൊരു വേദവാക്യമാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ 5 കാലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാലം തൻ്റെ അപ്പൻ്റെ ഫേവറേറ്റ് സൺ, ഏറ്റവും ഇഷ്ടപുത്രൻ എന്നൊരു കാലം. രണ്ടാമത്തെ കാലം പൊട്ടക്കിണറ്റിനകത്ത് ആയക്കപ്പെട്ട ഒരു കാലം. മൂന്നാമത്തെ കാലം എന്നത് പോത്തിഫർ എന്ന് പറയുന്ന ഒരു വലിയൊരു സമ്പന്നൻ്റെ ഭവനത്തിൽ അടിമ വേല ചെയ്യുന്നൊരു കാലം. നാലാമത്തെ കാലം എന്നത് ഫറവോൻ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരിയുടേതായിട്ടുള്ള തടവറയ്ക്കകത്ത് ഒരു ജയിൽ പുള്ളിയായി കഴിയുന്നൊരു കാലം. അഞ്ചാമത്തെ കാലം എന്നത് അവനെ തടവിലടച്ച അതേ ദേശത്തിൻ്റെ അധികാരിയായി അവൻ ദൈവം നിയമിച്ചൊരു കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യ ജീവിതം എന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതാണ്. കഴിഞ്ഞ ബുധനാഴ്ചയിലെ ശാലം സെൻറ്ററിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹമാണ് ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രസംഗിച്ചു, ഇന്ന് അവർ വിവാഹിതരാകുമ്പോൾ, ഭർത്താവും ഭാര്യയായി മാറുമ്പോൾ ഉള്ള അനുഭവങ്ങളല്ല. ദിവസങ്ങളും കാലങ്ങളും സമയവും മാറുന്നതിനനുസരിച്ച് പല മാറ്റങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടാകും, അവരുടെ സ്വഭാവ രീതികളുണ്ടാകും, ചിന്തയിലുണ്ടാകും, വികാരങ്ങളുണ്ടാകും, ജീവിത സാഹചര്യങ്ങളുണ്ടാകും. ജീവിത സാഹചര്യങ്ങൾ ഇനി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വീടിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാകും, വീടിൻ്റെ പെയിൻറ്റിൽ വ്യത്യാസം ഉണ്ടാകും, വീടിനകത്തുള്ള ടെമ്പറേച്ചറിനകത്ത് വ്യത്യാസം ഉണ്ടാകും, ഇനി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും, സാമ്പത്തിക ബാങ്ക് ബാലൻസിന് വ്യത്യാസമുണ്ടാകും. ഒന്നും നമ്മുടെ കൺട്രോളല്ല. എല്ലാം നമ്മളെ കൺട്രോളിനപ്പുറമായിട്ട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? ഉയർച്ചയുണ്ടാകും, താഴ്ചയും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ ഭൂമി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് കാണുവാനേ കഴിയും, എവിടെ ഒരു മലയുണ്ടോ അവിടെ ഒരു താഴ്വാരമുണ്ട് അല്ലേ? എവിടെ ഒരു താഴ്വാരമുണ്ടോ അവിടെ ഒരു മലമുകളുണ്ട്. ഹല്ലേലൂയ. ഒരു ഗുഹയ്ക്കകത്ത് പ്രവേശിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ആകെ കാണാൻ കഴിയുന്ന അന്ധകാരമാണ്. പക്ഷേ ആ തുരങ്കത്തിൻ്റെ ഒടുവിൽ എന്തുണ്ട്? ഒരു പ്രകാശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു കാര്യത്തെ എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു ഈവിൾ സ്പിരിറ്റ്,
ഒരു ഈവിൾനെസ്, ഒരു ഡാർക്ക്നെസ്, ഒരു മോശമായ കാര്യമുണ്ടോ, അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായി ദൈവം ഒരു നല്ല കാര്യത്തെയും നിർമ്മിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം ഇരുളിനെ മാത്രമല്ല, അതേ സമയത്ത് വെളിച്ചത്തെ നിർമ്മിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവമുള്ളതുപോലെ തന്നെ പിശാചുണ്ട്, പിശാചുള്ളതുപോലെ തന്നെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ശാപമുള്ളതുപോലെ തന്നെ അനുഗ്രഹമുണ്ട്, അനുഗ്രഹമുള്ളതുപോലെ തന്നെ ശാപമുണ്ട്. വിശുദ്ധി ഉള്ളതുപോലെ തന്നെ പാപമുണ്ട്, പാപമുള്ളതുപോലെ തന്നെ വിശുദ്ധിയുണ്ട്. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യോസഫിൻ്റെ ജീവിതത്തിൽ അപ്രകാരം 5 വർഷങ്ങൾ, 5 കാലങ്ങളിലൂടെയാണ് താൻ കടന്നുപോയത്. പക്ഷെ തൻ്റെ തുടക്കകാലം എന്നത് നല്ലതായിരുന്നു. ഒരു കുറവുമില്ലാത്ത അപ്പൻ്റെ പ്രിയപുത്രൻ. 12 മക്കളായിരുന്നു അവർ. പക്ഷേ അവർക്കാർക്കും ഇല്ലാത്തതായിട്ടുള്ള ഒന്നുണ്ടായിരുന്നു. അവനൊരു കളർഫുള്ളായിട്ടുള്ളൊരു കോട്ടുണ്ടായിരുന്നു, ഒരു പല നിറത്തിലുള്ളൊരു പഞ്ഞിനൂലങ്കി യോസഫിനുണ്ടായിരുന്നു. തൻ്റെ മറ്റു 11 സഹോദരന്മാർക്ക് അതില്ലായിരുന്നു. അത്രത്തോളം വീട്ടിനകത്ത് മാന്യത, വീട്ടിനകത്ത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, വീട്ടിനകത്ത് അപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോസഫിനെ തേടി ഒരു ദൈവീയത്തിൻ്റെ ഇടപെടൽ കടന്നു വരുന്നു. നമ്മുടെ വചനഭാഷയിൽ വിളിക്കുകയാണെങ്കിൽ സ്വപ്നമെന്ന് പറയാം, ആത്മീക ഭാഷയിൽ വിളിക്കുകയാണെങ്കിൽ ഒരു ദർശനം എന്നതിനെ നമുക്ക് പറയാം. 2 ദർശനങ്ങൾ, 2 സ്വപ്നങ്ങൾ താൻ കാണുവാനിടയായിത്തീർന്നു. ഒന്നാമത്തെ സ്വപ്നം ഇപ്രകാരമായിരുന്നു: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നതായിട്ട്. മറ്റൊന്ന് കണ്ടത്, താനും തൻ്റെ സഹോദരങ്ങളും ഒരു വയലിൽ കറ്റ എടുക്കുകയായിരുന്നു. തൻ്റെ കറ്റ ഒഴികെ തൻ്റെ സഹോദരങ്ങളും തൻ്റെ അമ്മയപ്പന്മാരൊക്കെ എടുത്ത കറ്റകൾ, അവരുടെ കറ്റകളെല്ലാം തൻ്റെ കറ്റയെ നമസ്കരിക്കുന്ന രീതിയിൽ അതെല്ലാം നിലത്ത് കിടക്കുക. പക്ഷെ തൻ്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. ഇങ്ങനെ 2 സ്വപ്നങ്ങൾ അഥവാ 2 ദർശനങ്ങൾ താൻ കാണുവാനിടയായിത്തീർന്നു. ഈ കണ്ട ദർശനങ്ങൾ താൻ മറച്ചു വയ്ക്കാതെ, അപ്പൻ്റെ പ്രിയപുത്രനല്ലേ, അതുകൊണ്ട് തന്നെ താൻ അപ്പനോട് പറഞ്ഞു, സഹോദരന്മാർ അറിഞ്ഞു. അങ്ങനെ എല്ലാവരും അറിഞ്ഞപ്പോൾ അതുവരെ ഇവനെ സപ്പോർട്ടായിട്ട് നിന്ന എല്ലാവരും ഇവനെതിരെ തിരിയാനായി. ഒരു കാലത്തിൻ്റെ ചേഞ്ച് അവിടെ ആരംഭിക്കുക. നമുക്ക് കാലാവസ്ഥ മാറുമ്പോഴും ഇതുപോലെയാണ്. ശരീരത്തിന് ബുദ്ധിമുട്ട് വരാറുണ്ടല്ലേ. വേനൽക്കാലത്ത് നിന്ന് മഴക്കാലത്തിലേക്ക് പോകുമ്പോൾ ചിലർക്കൊക്കെ മുട്ടിന് ചെറിയ പിടുത്തം തുടങ്ങും, ചിലർക്ക് നടുവിന് ചില പിടുത്തം തുടങ്ങും, ചിലർക്ക് ഉപ്പൂറ്റിക്ക് പിടുത്തമാണ്, ചിലർക്ക് തൊണ്ടയ്ക്ക് പിടുത്തം. എവിടെയൊക്കെ കയറി പിടിക്കും അവിടെയൊക്കെ കയറി പിടുത്തമാണ്. ഹല്ലേലൂയ, ആമേൻ. ചിലർക്കിനി മഴക്കാലം കഴിഞ്ഞടുത്തിനി മഞ്ഞുകാലത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ. പിന്നെ ചിലർക്ക് മഞ്ഞ് കഴിഞ്ഞ് ഈ വേനൽക്കാലത്തോട് വേർത്തിട്ട് പിന്നെ ജലദോഷം, പിന്നെ കൊക്കൽ, ചീറ്റൽ, ഇങ്ങനെ ഏത് കാലത്തിൽ നിന്ന് ഏത് കാലത്തിൽ പോയാലും പ്രശ്നങ്ങളോട് പ്രശ്നം. ഹല്ലേലൂയ, ആമേൻ. ഇനി സാമ്പത്തികപരമായി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും സാമ്പത്തിക മേഖലയിൽ 2 കാലമാണ്. അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയർ. ഈ ചേഞ്ച് വരുന്ന, ഷിഫ്റ്റ് വരുന്ന സമയമാണ് മാർച്ച്, ഏപ്രിൽ. ഇതാകുമ്പോൾ ഒരിടത്തും ഇല്ലാത്ത പിന്നെ കോളുകൾ വരുന്നു, ആൾക്കാർ കയറി ഇറങ്ങുന്നു, പിന്നെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഞെരുക്കമാണ്. എവിടെയൊക്കെ മാറ്റങ്ങളുണ്ടോ, എവിടെയൊക്കെ കാലം മാറുക, അവിടെയൊക്കെ പ്രശ്നമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോണം, ആ ചേഞ്ചിൽ, ആ ഷിഫ്റ്റിലേ ഉള്ളൂ ഈ ബുദ്ധിമുട്ട്. പക്ഷെ ഇതിന് എൻഡ് പോയിൻ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരിടമുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഞാൻ ആ ഷിഫ്റ്റിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ അനുഭവിച്ച പ്രതിസന്ധി, അതിൻ്റെ തകർച്ചയ്ക്കല്ലായിരുന്നു, എൻ്റെ ഉയർച്ചയ്ക്കായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായില്ല. എനിക്ക് 23 മിഷൻ ജേണിക്ക് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ, അതായത് വർഷങ്ങൾക്ക് ശേഷം, 2ാമത്തെ മിഷൻ ജേണിക്ക് ഞാൻ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പോയിട്ടില്ല. സ്കൂൾ, കോളേജ്, എക്സാംസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിനുശേഷം ആദ്യമായി മിഷൻ ജേണി കടന്നു പോകുന്ന 23 മിഷൻ ജേണി. അപ്പോൾ 2ാം ദിവസം, അതായത് ചൊവ്വാഴ്ച ആയപ്പോൾ തന്നെ, തിങ്കളാഴ്ച വൈകിട്ടായപ്പോൾ തന്നെ എൻ്റെ കുറുക്കിൻ്റെ ബാക്കിലൊരു ചെറിയൊരു പിടുത്തം, ജീവിതത്തിലില്ലാത്തൊരു പിടുത്തം. അത് ചൊവ്വാഴ്ചയാകുമ്പോൾ മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ ചൊവ്വാഴ്ചയായിട്ടും മാറിയില്ല. അത് ഞാൻ വിചാരിച്ചു അവിടെ കൺവെൻഷൻ സൈറ്റിൽ വരുമ്പോൾ മാറുന്നു, അവിടെയും മാറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ മാറും, തിരിച്ചു വന്നിട്ടും മാറിയില്ല. ഞാൻ വിചാരിച്ചു 1 മാസം ആകുമ്പോൾ മാറും, 1 മാസമായിട്ടും മാറിയില്ല. ഏകദേശം 2 മാസം അടുപ്പിച്ച് എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നു, ഒരു ഉളുക്ക്. ഹല്ലേലൂയ. ആ സമയത്താണ് ദൈവദാസനൊരു പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഒരു യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു കാലിനൊരു ഉളുക്ക് വന്നത് അവനെ ഇസ്രായേലേക്കാനുള്ള ഒന്നായിരുന്നു. ഹല്ലേലൂയ.
ഞാനും മനസ്സിലാക്കി. അന്ന് ആ 2-ാം ദിവസത്തിൽ തന്നെ എനിക്കൊരു ഉളുക്ക് വന്നത് അത് വേറെ ഒന്നിനുമല്ല. ഞാൻ ഇതുവരെയും ചെയ്യാത്തൊരു ലെവലിലുള്ള അഭിഷേകത്തിൽ ആന്ധ്രാപ്രദേശിൽ ശുശ്രൂഷിക്കണമെന്ന് ദൈവത്തിൻ്റെ നിയോഗം, അതിനൊരു ഉളുക്ക് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ഉളുക്കും വെച്ചോണ്ട് സ്റ്റേജിൽ ശുശ്രൂഷിച്ചപ്പോൾ, സ്റ്റേജിൽ കയറിയപ്പോൾ അതൊക്കെ മാറി കേട്ടോ. പക്ഷേ ദൈവം പരീക്ഷിച്ചതായിരിക്കാം. ഉളുക്ക് പറഞ്ഞ് പിന്മാറി നിൽക്കുമോ അത് ശുശ്രൂഷയ്ക്ക് നിൽക്കുമോ എന്ന് നോക്കാൻ. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ന് ആ ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നിന്നപ്പോൾ ഒരുപാട് രോഗികൾ സൗഖ്യമായി, ഒരുപാട് ഭൂതങ്ങൾ അലറി ഓടിപ്പോയി, വലിയ വിടുതലുകൾ അവിടെ നടന്നു. ഒരു ഉളുക്ക. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഈ പ്രാവശ്യം മിഷൻ ജേണിക്ക് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ജയിച്ചു. ഹല്ലേലൂയ. പക്ഷേ നമ്മളെപ്പോലെ ഇതുപോലെ ജൂനിയേഴ്സായിട്ട് ആദ്യമായിട്ട് വരുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതി അനുസരിച്ച് ഒരുപാട് വലിയ ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഒരു പയ്യന്, മെയിനായിട്ടൊരു പയ്യന് ഭയങ്കര പനിയായിരുന്നു. അവന് തല ഇറക്കം, ബോധക്കേട്, അവന് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അവസ്ഥയായിരുന്നു. പിന്നെ ചിലർക്കൊക്കെ കാലുവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ മനസ്സിലാക്കി ഒന്നുണ്ട്, അവർ ഈ അനുഭവിക്കുന്ന പനിയും കാലുവേദനയും വേറെ ഒന്നിനുമല്ല, അവരുടെ ഉയർച്ചയ്ക്ക്. ആമേൻ, ഹല്ലേലൂയ. അന്ധവിശ്വാസം പഠിപ്പിക്കുന്നതല്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറുമ്പോൾ മനസ്സിലാകും. യോസഫിൻ്റെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും മനോഹരമായൊരു ജീവിതമായിരുന്നു. പക്ഷേ അവനുണ്ടായ ഷിഫ്റ്റ് എന്നത് ഒരു പൊട്ടക്കിണറായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ വന്ന ചേഞ്ച് എന്നത് ഒരു പൊട്ടക്കിണറായിരുന്നു. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ചേഞ്ച് എന്നത് ഉയർച്ചയാണ്. താഴോട്ട് പോകാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരിക എന്നത് നമ്മളാരും ഇഷ്ടപ്പെടുന്നതല്ല. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നന്മയും ഉയർച്ചയും വർധനവും അനുഗ്രഹങ്ങളും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്, അല്ലേ? ശരിയല്ലേ? ആണോ? ആണ്. അങ്ങനെ ഇഷ്ടപ്പെടാവൂ. നിങ്ങൾ ചോദിച്ച് വേലിയിരിക്കുന്ന പാമ്പിനെ ഒന്നും എടുത്ത് തോളി വെക്കരുത്. സ്തോത്രം. എനിക്ക് ദൈവം തന്ന ക്രൂശാണ്, അതുകൊണ്ട് ഞാൻ ചുമക്കുമെന്ന് പറഞ്ഞ് ദൈവം വെക്കാത്ത ക്രൂശിനെ കൂടെ എടുത്തുകൊണ്ട് നടക്കരുത്. നമുക്ക് തന്ന ക്രൂശിനെ ചുമന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല ഒരു തകർച്ചയിലേക്ക്, കുറവിലേക്ക്, ഒരു താഴ്ചയിലേക്ക് പോകും. പക്ഷേ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ ഇങ്ങനെ, നാം പ്രാർത്ഥിക്കുന്നു, നമുക്ക് ദൈവവുമായി ബന്ധമുണ്ട്, ദൈവിക പ്രവചനങ്ങൾ കേൾക്കുന്നു, ദൈവ ശബ്ദം കേൾക്കുന്നു, ദർശനങ്ങൾ കാണുന്നു. പക്ഷെ കാണുന്ന ഒന്ന്, അനുഭവിക്കുന്ന വേറൊന്ന്, കേൾക്കുന്ന ഒന്ന്, അനുഭവിക്കുന്നത് വേറൊന്ന്. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതൊന്ന്, കിട്ടുന്നത് വേറൊന്ന്. ആമേൻ. യോസഫ് കണ്ടത് ഇപ്രകാരമായിരുന്നു. തന്നെ ഒരു അധിപതിയാക്കി മാറ്റുന്ന ഒന്നായിരുന്നു. തൻ്റെ അപ്പനും സഹോദരന്മാർ പോലും തൻ്റെ മുൻപാകെ തന്നെ നമസ്കരിക്കുന്നൊരു കാഴ്ചയെ താൻ ദൈവത്തിൻ്റെ ദർശനത്തിൽ, അല്ലെങ്കിൽ ദൈവം നൽകിയ ദർശനത്തിലൂടെ താൻ കണ്ടത്. പക്ഷെ അനുഭവിച്ചതോ നേരെ ഓപ്പോസിറ്റ്. ഇവരെല്ലാവരും കൂടെ ഇവനെ അടിച്ചു പുറത്താക്കി പൊട്ടക്കിണറ്റിനകത്ത് കൊണ്ടിട്ടു. ഇതിനകത്തും ആരൊക്കെയോ കേൾക്കുന്നുണ്ട് എന്നെ. ദൈവശബ്ദം പലതും കേൾക്കും. എവിടെ പോയാലും നിങ്ങൾക്ക് ആവശ്യമായ ദൈവശബ്ദമാണ്. അതായത് ചുമ്മാ ഈ ചെവി കൂടെ കേൾക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലതൊക്കെ നമ്മുടെ ഉള്ളിൽ വന്ന് അങ്ങ് ഒരു തീപ്പന്തം വരുന്നത് പോലെ ഉള്ളിൽ കയറി പിടിക്കും, ഉള്ളിൽ കൊള്ളും. ചില ദൈവവചനങ്ങൾ, ചില ദൂതുകൾ, ചില ആലോചനകൾ നമ്മൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ അത് പ്രാപിക്കും. പക്ഷെ വീട്ടിൽ പോയി കയറുമ്പോഴേക്കും പ്രാപിച്ച ഹല്ലേലൂയ സ്തോത്രമൊക്കെ ഷൂന്ന് പറന്നു പോകുന്ന പോലത്തെ അനുഭവങ്ങൾ, നേരെ വിപരീത അനുഭവങ്ങൾ. ആരെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വെറുതെ ദൈവം സംസാരിക്കാൻ പറയത്തില്ല. ആരൊക്കെ അങ്ങനെയുള്ളവരുണ്ട്. പ്രവചനം എല്ലാം ശരിയാകാൻ പോവാ, വർദ്ധിപ്പിക്കാൻ പോവാ, പുതിയ തുടക്കം, പുത്രനെ ചുംബിച്ചോ, അതാണ് ഇതാണ് എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം സ്വീകരിച്ചു, അത് നമ്മളെ സ്പർശിച്ചു. ഇത് എൻ്റെ വിഷയം, കർത്താവിൻ്റെ ദാസൻ വിളിച്ച് പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്തു. പക്ഷെ വീട്ടിൽ പോയി കയറിയപ്പോൾ ജീവിതത്തിൽ വരുന്ന അനുഭവം നേരെ ഓപ്പോസിറ്റ്. ദർശനം കണ്ടു, ഞാനിതാ പറക്കുകയാണ്, ഞാനിതാ നല്ല അരുവിയുടെ അടുത്തൂടെ നടന്നുകൊണ്ടിരിക്കുക, പൂക്കളും പൂമ്പാറ്റയും മേഘവും, എന്തൊരു കാഴ്ച. പക്ഷെ വീട്ടിൽ കയറി പോകുമ്പോഴേക്കും ഒരന്ധത മാത്രം. ഇവിടെ യോസഫിൻ്റെ ജീവിതത്തിലും ഒരു ദർശനം തനിക്കായി ദൈവം നൽകി. 105-ാം സങ്കീർത്തനം വായിച്ചത് ഇങ്ങനെയാണ്, ഒരു ദൈവവചനം അവിടെ എങ്ങനെ കണ്ടത്? യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ. ഇപ്പം കർത്താവ് ഒരു അരുളപ്പാട് നൽകി. സാധാരണയായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ശബ്ദം വന്നാൽ അവിടെ എന്താണ്, നമുക്ക്
അനുഗ്രഹമാണ്, നമുക്ക് ഉയർച്ചയാണ്, നമുക്ക് വർധനവാണ്, നമുക്ക് വലിയ വലിയ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷേ ഇവിടെ യോസഫിൻ്റെ ജീവിതത്തിൽ യഹോവയുടെ അരുളപ്പാട് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എഴുതിയിരിക്കുന്നത്, അവൻ്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ദൈവശബ്ദം യോസഫിനെ തേടി വന്നപ്പോൾ യോസഫിനുണ്ടായ അനുഭവം എന്താ? പൂമ്പാറ്റയും ചിത്രശലഭവും അല്ലായിരുന്നു. അവന് വന്ന അനുഭവം ചങ്ങലയായിരുന്നു. അവന് വന്ന അനുഭവം അവൻ്റെ കാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. ഇതിനകത്ത് ആരൊക്കെ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന്? വചനം പറയും യോസഫിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ചിലരൊക്കെ ചിന്തിക്കുക, ഞാൻ കർത്താവെ ഇത്രയും വിശ്വസ്തമായി ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നു കർത്താവെ, എങ്കിലും എൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് നിറവേറും കർത്താവേ എന്നൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുൻപിൽ, പലപ്പോഴും വിശ്വാസ പരിശോധനയുടെ മുൻപിൽ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിൽ ഉത്തരം മുട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ ആരൊക്കെയോ എന്നെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് വേറെ ആർക്കും വേണ്ടിയല്ല, ഇന്ന് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തരുന്നത്. യോസഫിൻ്റെ ജീവിതത്തിൽ ഇതായിരുന്നു. അവനും ദൈവവചനം കിട്ടി, അവനും ദർശനം കണ്ടു, ദൈവശബ്ദം കേട്ടു, എന്നിട്ടും അവൻ അനുഭവിച്ചത് ചങ്ങലയായിരുന്നു, അവൻ അനുഭവിച്ചത് ബന്ധനമായിരുന്നു. അവൻ്റെ രണ്ടാമത്തെ കാലഘട്ടം ഒരു പൊട്ടക്കിണറ്റിനകത്തായിരുന്നു. അവിടുന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴും അവൻ വിചാരിച്ചു, എൻ്റെ ഇതാ കാലം മാറാൻ പോവുക, എൻ്റെ കാലം മാറാൻ പോവുക, പൊട്ടക്കിണറ്റ് തീർന്നു. പക്ഷെ പുറത്തു വന്നപ്പോൾ നല്ലതാണോ നടന്നത്? ഇല്ല. അവൻ മാനുഷികമായി ചിന്തിച്ചു കാണാം, എൻ്റെ സഹോദരന്മാർക്ക് മാനസാന്തരം ഉണ്ടായിട്ട് അവർക്ക് പാവം തോന്നിയിട്ട് എന്നെ തിരികെ വീട്ടിൽ കൊണ്ടുപോകാനായിരിക്കാം ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് മുകളിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ഇല്ല, അവൻ്റെ പ്രതീക്ഷകളേക്കും വിപരീതമായ ഒരു അനുഭവമായിരുന്നു. വീണ്ടും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമെന്ന് പറയുന്നത് പോലെ, ബുദ്ധിമുട്ടിൻ്റെ മേൽ വീണ്ടും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പോലെ, ഒരു ഭാഗത്ത് അവൻ പൊട്ടക്കിണറ്റിനെ അതിജീവിച്ച് പുറത്തു വന്നപ്പോൾ അവനെ കാത്തിരുന്നത് ഒരടിമ വേലയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിനകത്ത് കിടക്കുന്നതിന് മുമ്പ് വീട്ടിലായിരുന്നപ്പോൾ അവന് മകൻ എന്നുള്ളൊരു വിലയായിരുന്നു. ശത്രു ചെയ്ത ഒന്നായിരുന്നു അവൻ്റെ ആ കളർഫുൾ കോട്ട്, അവൻ്റെ ആ നിലയെങ്കിൽ ശത്രു പിടിച്ചു കാണിച്ചു, അവനെ നിന്ദിച്ചു, അവനെ ഒരു വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു പൊട്ടക്കിണറ്റിനകത്തൊരു വേസ്റ്റിനെ പോലെ അവനെ കൊണ്ടിട്ടു, വിലയില്ലാതാക്കി തീർത്തു. അവിടെ നിന്ന് അവിടുത്തെ പുറത്ത് വന്നപ്പോഴും അവൻ വിചാരിച്ചു അവൻ്റെ ജീവിതം മാറുമെന്ന്. പക്ഷെ ഇല്ല, അവിടെ വീണ്ടും വീണ്ടും അവൻ എത്രത്തോളം ചവിട്ടിത്താഴ്ത്താൻ കഴിയും അത്രത്തോളം ഒരടിമയായി അവനെ മുദ്ര കുത്തുവാനിടയായി തീർന്നു. ഇനി അവിടെയും തീരുന്നില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് പോത്തിഫറിൻ്റെ വീട്ടിൽ അടിമവേലയ്ക്കായി കടന്നു പോയപ്പോൾ അവിടെയും പിശാച് വിട്ടില്ല. ദൈവത്തിൻ്റെ ദർശനം കിടക്കുകയാണ്, ദൈവശബ്ദം അവൻ്റെ ജീവിതത്തിൽ കിടക്കുക, വാഗ്ദത്തം അവൻ്റെ ജീവിതത്തിൽ കിടക്കുക. എന്നിട്ടും പിശാച് അടങ്ങിയിരുന്നില്ല. പോത്തിഫറിൻ്റെ വീട്ടിലും പോത്തിഫറിൻ്റെ ഭാര്യയുടെ മേൽ പിശാച് കയറിയിട്ട് എന്താ ചെയ്തത്? അവിടെയും അവൻ്റെ വസ്ത്രത്തിന് നോട്ടം, അവിടെയും പിശാച് അവൻ്റെ വസ്ത്രത്തെ കയറി പിടിച്ചു, അവനെ നഗ്നനാക്കി, അവനെ നിന്ദിച്ചു, അവൻ്റെ മേൽ കള്ളക്കേസുകൾ നൽകി, ചെയ്യാത്ത കുറ്റങ്ങളുടെ മേൽ അവനെ കുറ്റം ചുമത്തുവാനിടയായിത്തീർന്നു. ഒന്നാമത് വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുവാനിടയായിത്തീർന്നു. രണ്ടാമത് നാട്ടിലും ജോലി സ്ഥലത്തും അവൻ നിന്ദിതനാകാനിടയായിത്തീർന്നു. ഇന്നെ കേൾക്കുന്നതിൽ ആരെങ്കിലും വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു, ജോലി സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടു, ജോലി സ്ഥലത്ത് നിന്നയാ, ജോലി സ്ഥലത്ത് പരിഹാസമാണ്, എല്ലാവർക്കും ഒരു കോമഡി ഷോ പോലെയാ ഇന്ന് ചിലരുടെയൊക്കെ ജീവിതം. ഒന്ന് കേൾക്കണം ദൈവമക്കളെ, യോസഫിൻ്റെയും ജീവിതം അപ്രകാരമായിരുന്നു. വീട്ടിൽ മാത്രമല്ലായിരുന്നു അവനും പ്രശ്നം, വീട്ടിലും പ്രശ്നം, നാട്ടിലും പ്രശ്നം, ജോലി സ്ഥലത്തും പ്രശ്നം. തീരുന്നില്ല. അവിടെ നിന്ന് വീണ്ടും അവനെ പുറത്തു കൊണ്ടുവന്നു. ഒരു മാറ്റത്തിലേക്ക്, ഒരു നന്മയിലേക്കല്ലായിരുന്നു. ആ യോസഫ് ആ അടിമവയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ജയിൽ പുള്ളിയായിട്ടായിരുന്നു. ഒന്ന് ഓർത്തു നോക്കണമേ. ഒരിടത്തു നിന്ന് കരകയറാമെന്ന് നോക്കുമ്പോൾ ശത്രു അവിടെയും വിട്ടുകൊടുക്കുന്നില്ല. എവിടെ പോയാലും എങ്ങനെ തകർക്കാം, വാഗ്ദത്തമുണ്ടായിട്ടും ദൈവവചനം അവൻ്റെ മേൽ കിടന്നിട്ടും
ദർശനങ്ങൾ ഉണ്ടായിട്ടും ശത്രു വിട്ടുകൊടുക്കാതെ ഇവൻ്റെ ജീവിതത്തെ എങ്ങനെ അവസാനിപ്പിക്കും, ഇവൻ്റെ ജീവിതത്തെ എങ്ങനെ തകർക്കാമെന്ന് മാറി മാറി നോക്കി അവനെ ഒരു ജയിൽ പുള്ളിയാക്കി അവസാനമായി മാറ്റുന്നു. ഇന്നൊന്ന് മനസ്സിലാക്കുക, യോസഫിൻ്റെ ജീവിതം അവിടെ അവസാനിച്ചില്ല. ഹല്ലേലൂയ. യോസഫിൻ്റെ ജീവിതം പൊട്ടക്കിണറ്റിൽ അവസാനിച്ചില്ല. യോസഫിൻ്റെ ജീവിതം പോത്തിഫറിൻ്റെ വീട്ടിൽ അടിമവേല ചെയ്ത് അവസാനിച്ചില്ല. യോസഫിൻ്റെ ജീവിതം ജയിലിനകത്തൊരു പ്രിസണറായിട്ട് അവസാനിച്ചില്ല. ഏത് ദൈവശബ്ദമാണോ അവന് ദർശനമായി അവൻ്റെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ അവൻ്റെ മേൽ കടന്നു വന്നോ, അതേ ദൈവശബ്ദം തന്നെ അവൻ്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു വ്യക്തിയിലൂടെ രാജധാനിയിൽ സംസാരിക്കാനിടയായിത്തീർന്നു. ഇപ്രകാരമായിരുന്നു ആ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത്. എൻ്റെ കൂടെ കിടന്ന ഒരുവനുണ്ട്, അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ ഏത് സ്വപ്നത്തെയും വ്യാഖ്യാനിക്കാൻ കഴിവുള്ളൊരു സ്വപ്നക്കാരനാ. നീ വിചാരിച്ചു നീ കേട്ട ദൈവവചനം ഒരു ചെവി കൂടെ കേട്ട് അതുവഴി അങ്ങ് ഇറങ്ങിപ്പോയെന്നില്ല. ഇന്ന് നീ പൊടിയിട്ട് നോക്കിയിട്ട് മഷിയിട്ട് നോക്കിയിട്ട് ആ ദൈവവചനത്തിൻ്റെതായിട്ടുള്ള പൂർത്തീകരണം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനേ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ അവിടെ ക്ഷീണിക്കരുത്. നീ കണ്ടില്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ ആ ദൈവ ശബ്ദം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. നിന്റെ ഭൗതിക കണ്ണിൽ, നിന്റെ അനുഭവത്തിൽ, നിന്റെ കേൾവിയിൽ, നിന്റെ ജീവിത മേഖലകളിൽ നീ കേട്ട വാഗ്ദത്തം, നീ കണ്ട ദർശനങ്ങൾ, നിന്നെ സ്പർശിച്ച ദൈവവചനം അതൊരു യാഥാർത്ഥ്യമായി നിനക്ക് അനുഭവിക്കാനേ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ആത്മമണ്ഡലത്തിൽ വചനം എന്ന വിത്ത് പരിശുദ്ധാത്മാവ് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ചൊന്ന് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലയിടത്ത് നാം ചിന്തിക്കും, ദൈവം എന്നെ കാണുന്നില്ലയോ, ദൈവം എനിക്കായി ഒന്നും ചെയ്യുന്നില്ലയോ, ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നില്ലയോ. ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ച് പറഞ്ഞോട്ടെ, നിന്റെ ഭൗതിക മേഖലയിൽ നീ ചിലത് കണ്ടില്ലെങ്കിൽ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ആത്മമണ്ഡലമുണ്ട്. ആത്മമണ്ഡലത്തിലെ ഒരു യുദ്ധമുണ്ട്. ആത്മമണ്ഡലത്തിലെ ചില അന്ധകാര ശക്തികളുണ്ട്. അതിനെതിരെ പോരാടാനായിട്ട് ഈ വചനം ചിലതൊക്കെ നിരൂപിക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വിത്തിനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വിത്തിനെ സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കുപ്പി ഗ്ലാസിനകത്ത് കൊണ്ടുവച്ച് അത് മുളയ്ക്കുമോ? അത് വളരുമോ? ഇല്ല. വിത്ത് മുളച്ച് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? മണ്ണിനടിയിൽ ആ വിത്ത് മറഞ്ഞിരുന്നാലേ വിത്ത് മുളയ്ക്കത്തുള്ളൂ, അത് വളരത്തുള്ളൂ. ഹല്ലേലൂയ. മണ്ണിനടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പ കാര്യമല്ല. പ്രൈസ് ഗോഡ്. മണ്ണിനടിയിൽ സൂര്യപ്രകാശം ഇല്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. മണ്ണിനടിയിൽ ആരും കൊള്ളാം കേട്ടോ, നല്ല സാരി എന്ന് പറയാൻ ആരും കാണില്ല, ആരും ശ്രദ്ധിക്കത്തോലുമില്ല, ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ് മണ്ണിനടിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണ്ണിനടിയിൽ സ്വറ പറയാനും കാര്യം പറയാനും ഈ പണ്ട് നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഈ കാറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ മരം അനങ്ങുമ്പോൾ ഇവിടുത്തെ മരത്തിനൊന്നും സൗണ്ടില്ല. കാരണം ഇവിടുത്തെ മരങ്ങളെക്കാളും സൗണ്ട് റോഡിലെ സൗണ്ടാണ്, പിന്നെ വീട്ടിനകത്തുള്ള സൗണ്ടാണ്. അതുകൊണ്ട് ഒന്നും കേൾക്കില്ല. പക്ഷെ അവിടെയൊക്കെ വീടുകൾ കുറവായതുകൊണ്ട് മരങ്ങൾ മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും റബ്ബർ. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മരത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ എന്നുള്ള ഇലയുടെയൊക്കെ ശബ്ദവും കേൾക്കും, പലതരത്തിലുള്ള ശബ്ദങ്ങളും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, അത് മരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ വിത്തിനൊരു പ്രത്യേകത, മണ്ണിനടി ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പോലും ആരും കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകെ ഒരു മൂകത, ആകെ ഒരു അന്ധകാരം, വലതേതെന്നോ തെക്കേതെന്നോ വടക്കേതെന്നോ ഒരു പിടിയും കാണത്തില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോണം, അങ്ങനെ ഇരിക്കുന്നൊരു വിത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് വളരും, അത് ഫലം കായ്ക്കും, അതൊരു വൃക്ഷമായി മാറും. ആമേൻ, ആമേൻ. മേശപ്പുറത്തിരിക്കുന്ന വിത്തിന് വൃക്ഷമാകാൻ കഴിയില്ല. ഷോക്കേസിനകത്തിരിക്കുന്ന വിത്തിന് വൃക്ഷമാകാൻ കഴിയില്ല.
അന്ധതയ്ക്കകത്ത് ആമൻ മറഞ്ഞിരിക്കുന്ന ഒരു വിത്തിന് ചെളിയും ആമൻ മഴയുടെ ആമൻ ഒലിച്ചിലും പാച്ചിലും ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച് ആരൊക്കെ ചവിട്ടി നടക്കുമോ അവരൊക്കെ അവരുടെയൊക്കെ ചവിട്ടും തേപ്പ് അവൻ സകലതും അനുഭവിച്ചവരെ ഒരു വൃക്ഷമാകത്തുള്ളൂ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിലും 9 മാസം അമ്മയുടേതായിട്ടുള്ള ഗർഭപാത്രത്തിനകത്തിരിക്കണം. ശരിയാണോ? അല്ലേ? ശരിയാണ്. ഇതിനകത്ത് മാതാപിതാക്കൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങളെന്ന് പറയുമ്പോൾ 2 പേരും ഗർഭം ധരിക്കില്ല, അതിലേതെങ്കിലും ഒരാളെ ഗർഭം ധരിക്കുകയുള്ളൂ. പക്ഷെ എന്നാലും എന്താണ്, ഭാര്യയാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെങ്കിലും ഭർത്താവിന് എന്തായിരിക്കും, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ? മോളാണോ മോനാണോ എന്ത് പേരാണ്, 2 പേര് കണ്ടെത്തിക്കും. മോളാണെങ്കിൽ ഇന്ന പേര്, മോനാണെങ്കിൽ ഇന്ന പേര്. പിന്നെ പിള്ളേർക്ക് എവിടെ വീട്ടിൻ്റെ ഏത് ഭാഗത്ത് റൂം വെക്കണം. ഇവിടെ എന്ന് വെച്ചാൽ റൂം വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇനി വേറെ വസ്തു വാങ്ങണം, വീട് വെക്കണം, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. ഹല്ലേലൂയ. ജനിച്ചില്ല, പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞ് കേൾക്കുന്ന ആ കാലം മുതൽ തന്നെ എന്താണ്, ഒരുപാട് സ്വപ്നം കാണും അല്ലേ, ഒരുപാട് പ്ലാൻ ചെയ്യും. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു നിഴലാണ് കാണാൻ പറ്റും. എൻ്റെ കൊച്ചിനെ ഞാൻ കണ്ടു കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. പക്ഷെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കോളിൽ കണ്ടാലും ഫോട്ടോ അങ്ങനെ ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ അതിനൊന്നും പറ്റില്ല. പക്ഷേ ഈ വയറിനകത്തിരുന്നപ്പോൾ ഒരു നിഴൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അതിനർത്ഥം തന്നെ എൻ്റെ കൊച്ചിനെ ഒന്ന് എത്രയും വേഗം കാണാൻ പറ്റിയെങ്കിൽ. അങ്ങനെ നിങ്ങളൊരു സുപ്രാത്രി എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ആശുപത്രിയിൽ പോയിട്ട് സിസേറിയൻ ചെയ്ത് ആ കൊച്ചിനെ വെളിയെടുത്തു കഴിഞ്ഞാൽ കൊച്ച് ജീവിക്കുമോ? ഇല്ല, കുഞ്ഞ് മരിച്ചു പോകും. 6 മാസമാണോ 7 മാസമാണോ കഴിഞ്ഞ കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുന്നത്? 7 മാസമാണ് അല്ലേ? അതാ 5 ആണോ? 7 അല്ലേ? 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ പുറത്തെടുക്കാം. പക്ഷെ എങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്. 9 മാസം തികഞ്ഞ് ജനിക്കുന്ന ഒരു കുഞ്ഞിനും 7 മാസത്തിൽ വെച്ച് ജനിക്കുന്ന കുഞ്ഞിനും ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഹല്ലേലൂയ. ശരീര വളർച്ചയിൽ വ്യത്യാസമുണ്ട്, ബ്രെയിനിൻ്റെതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വ്യത്യാസമുണ്ട്, പലതിലും പല വ്യത്യാസങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ 7 മാസത്തിൽ തന്നെ അങ്ങ് പ്രസവിക്കണമെന്ന്? ആഗ്രഹിക്കുമോ? കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്കിലും നമുക്കറിയാം ഈ കുഞ്ഞ് എൻ്റെ പൊന്നോമന, ഞാൻ മരിച്ചാലും അവൻ ജീവിക്കണമെങ്കിൽ, ഞാൻ മരിച്ചാലും അവൾ ജീവിക്കാൻ ആയുസ്സും ആരോഗ്യമുള്ളൊരു കുഞ്ഞായി അവൾ ജനിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ ജനിക്കണമെങ്കിൽ 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിനകത്തിരുന്നാൽ മാത്രമേ കഴിയുള്ളൂ എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ട്. ഹല്ലേലൂയ. ആ കൊച്ചിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കണം. ഞാൻ എവിടെയോ ഏതൊരു റീലിൽ കണ്ടതാണ്. ഒരമ്മയും മോളും ചെയ്തൊരു റീലാണ്. അമ്മയോട് മോള് എന്തോ ഒരു ഡയലോഗ് അടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, 10 മാസം നിന്നെ വയറ്റിൽ വയറിറക്കി കൊണ്ട് നടന്ന ഈ തള്ളയോട് തന്നെ നീ സംസാരിക്കണം എങ്ങനെ? അപ്പോൾ കൊച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്നാണ് ഇവിടെ സുഖലോലുപ ജീവിതമായില്ലേ 10 മാസം. പൊരിച്ച മീനിന് പൊരിച്ച ഇറച്ചിക്ക് പൊരിച്ചിറച്ചി, മട്ടന് മട്ടൺ, ബീഫിന് ബീഫ്. മനുഷ്യൻ അവിടെ നേരെ ചവയൊന്നും തിരിഞ്ഞു മറിഞ്ഞ് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തല ഒത്തൊരു ചുരുങ്ങിക്കൂടി കിടക്ക് ഒരല്പ സ്ഥലം മാത്രം വന്നിട്ട് നിങ്ങളെക്കാളും അനുഭവിച്ചത് ഞാനാണ് എന്നാ കൊച്ചു പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഈ കൊച്ചിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ് അല്ലേ? കൊച്ചിന് ഫോൺ നോക്കാൻ പോലും ഒരു സ്ഥലമില്ല അതിനകത്ത്. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അതാണ് അല്ലേ, ഇപ്പം ജനിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ഫോണാണ്. ഈ കൊച്ചിന് അതിനകത്ത് ഫോൺ നോക്കാനുള്ള സ്ഥലമില്ല, കൊച്ചിന് അതിനകത്ത് പാട്ട് കേൾക്കാനുള്ള സ്ഥലമില്ല. ഈ അമ്മയുടെ വയറ്റിനകത്തുള്ള വേറെ പല പാട്ടുകളാണ് കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കൊച്ചിന് ഒന്ന് നേരെ ഒന്ന് നടന്നു തിരിക്കാമെന്ന് വിചാരിച്ചാൽ അതിനുമുള്ള സൗകര്യം അതിനകത്ത്. ഇനി ഒന്ന് നേരെ ഇരിക്കാതെ തന്നെ അതും തലകുത്തന. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഈ 9 മാസം ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, പിന്നെ അതിനകത്ത് ഒരു LED ബൾബ് പോലും ഇല്ല, മൊത്തം അന്ധകാരം മാത്രം. സ്തോത്രം. പിന്നെ നാക്കിനകത്ത് ഒരല്പം ഒരു നാരങ്ങ മിഠായി പോലും കഴിക്കാനുള്ളൊരു അവസരമില്ല. പക്ഷെ ഈ അമ്മയെല്ലാം കഴിക്കുക. സ്തോത്രം.
മനസ്സിലാകുന്നുണ്ടോ? അമ്മ സംസാരിക്കുന്നതൊക്കെ കൊച്ച് കേൾക്കുമെന്നാണ് ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ, സൈക്കോളജിക്കലി. അതായത് എത്രയോ മാസം കഴിയുമ്പോൾ, 3 മാസം മുതലാണെന്ന് തോന്നുന്നു, 3 മാസം മുതൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കുഞ്ഞിൻ്റെ അപബോധ മനസ്സിലും ഉപബോധ മനസ്സിലും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പറയുന്നത്, ഗർഭിണികളായിരിക്കുമ്പോൾ നിങ്ങൾ വഴക്ക് കൂടരുത്. കാരണം കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിന് അത് കാരണമാകും. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ വഴക്ക് കൂടിയാൽ അത് കുഞ്ഞ് കേൾക്കുന്നുവെന്ന് മനസ്സിലായി. ചുമ്മയല്ല, ശാസ്ത്രമാണ് പഠിക്കുക. അതുകൊണ്ടാണ് പലരും പറയുന്നത്, കൊച്ചാണ് ചേട്ടാ, കൊച്ച് കേൾക്കും ചേട്ടാ, നിങ്ങൾ മര്യാദയ്ക്കിരിക്കുക, നിങ്ങൾ പിന്നെ വരി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതാണ്, മനസ്സിലായോ? അതിൻ്റെ ശാസ്ത്രം അതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കൊച്ച് ഇതെല്ലാം കേൾക്കുകയാണ്. അമ്മ ഇതാ ബിരിയാണി ചോദിക്കുന്നു, അമ്മ ഇതാ ചിക്കൻ ഫ്രൈ ചോദിക്കുന്നു. പക്ഷെ കൊച്ചിനാണെങ്കിൽ ഒരല്പം ടേസ്റ്റ് ചെയ്യില്ല. അത്രയ്ക്ക് കഷ്ടപ്പാടിലാണ് ആ 9 മാസം. പക്ഷെ ആ കഷ്ടപ്പാട് കഴിഞ്ഞ് വരുമ്പോഴാണ് ആ കുഞ്ഞിനൊരു നിലനിൽപ്പുണ്ടാകുന്നത്. ഹല്ലേലൂയ. ആ 9 മാസം ആ കഷ്ടപ്പാട് അനുഭവിക്കാതെ കൊച്ച് നേരത്തെ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് ആയുസ്സുണ്ടോ? ഇല്ല. അതിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അതിന് ബലമുണ്ടോ? വളർച്ചയുണ്ടോ? ഇല്ല. അതിന് മുരടിച്ച വളർച്ചയായിരിക്കും. പിന്നെ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. യോസഫിനെ പോലെ ചിലപ്പോൾ പൊട്ടക്കിണറ്റിനകത്താ, ചിലപ്പോൾ അടിമ വേലയ്ക്കകത്താ, ചിലപ്പോൾ കാരാഗ്രഹത്തിനകത്താ. സാമ്പത്തിക ഞെരുക്കം, എത്ര ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടും അതൊന്നും കൈ നിൽക്കുന്നില്ല, അതെല്ലാം ഒരു സൈഡിൽ കൂടെ പോവുക. എത്ര ചികിത്സിച്ചിട്ടും രോഗത്തിന് വ്യത്യാസമില്ല, ബുദ്ധിമുട്ടാ. നിങ്ങൾ എന്നെ ഫീൽ ചെയ്തോ? ഇങ്ങനെ തുടങ്ങി അന്ധതയുടെ നടുവിൽ ജീവിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഈ അന്ധതയൊന്നും നിന്റെ നാശത്തിനല്ല, നിന്നെ ശക്തിയുള്ള, ബലമുള്ള, കഴിവുള്ള, എന്തിനേയും അതിജീവിക്കുവാൻ ബലമുള്ള ഒരു യോദ്ധാവാക്കി ദൈവം നിന്നെ പണിയുന്ന കാലങ്ങളാണിത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടാവാടിക്കൊരു പ്രത്യേകതയുണ്ട്. അത് PSCക്കൊക്കെ ജയിക്കാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷേ ഭയങ്കര കൺഫ്യൂഷനാണ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. തൊട്ടാവാടിയുടെ പ്രത്യേകത എന്താണ്? തൊട്ടാൽ വാടും, അല്ലേ? അതിനത്രയ്ക്കുള്ള ശക്തിയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ തെങ്ങിൻ്റെ ഇല, അതിനെ ഓല തൊട്ടാൽ അത് വാടുമോ? ഇല്ല. പുല്ലായാലും നിങ്ങൾ 2 ദിവസം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നോക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിരിക്കും. അതിനുള്ള ശേഷിയേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ചെമ്പരത്തിയുടെ ഇലയായാലും നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ എന്ത് ചെയ്യും? അടുത്ത ദിവസം ആകുമ്പോൾ അതിൻ്റെ കളറ് മാറി അതെന്ത് ചെയ്യും? നശിച്ചു പോകും. പക്ഷെ ഓല അങ്ങനെയാണോ? അല്ല. ഈ ചെമ്പരത്തിക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആളുണ്ട്. പക്ഷേ ഈ ഓല തേങ്ങയായി ഈ മണ്ണിനടി കിടന്നപ്പോൾ മണ്ണിനടി പോലും ഇല്ല, അതിനൊരു ഇടം പോലും കൊടുത്തില്ല. പക്ഷേ അത് പൊടിച്ചു വന്നപ്പോൾ വെള്ളം ഒഴിക്കാൻ പോലും ആരുമില്ലായിരുന്നു. സ്തോത്രം. വളം ഇട്ട് കൊടുക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഒന്നുണ്ട്, അതിൻ്റെ ഓലയൊക്കെ അതിൻ്റെ ഇലയ്ക്ക് എന്തായി? അത് ശക്തിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് ഈ വെള്ളവും തണലും ഒക്കെ കിട്ടുന്നതൊന്നും ഒരുപാട് നാളും നിലനിൽക്കത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പട്ടുപോകുന്ന ഒരു തൊട്ടാവാടിയോ ഒരു പുല്ലുപോലെ ആകാനല്ല ആഗ്രഹിക്കുന്നത്. ഒരു നിത്യമായ ചില ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി യോദ്ധാക്കളാക്കി മാറ്റാനാണ് ദൈവം തൻ്റെ മക്കളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ദൈവം ഒരിക്കലും നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ തരത്തില്ല. അത് ബിബ്ലിക്കലാണ് കേട്ടോ. ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ആര് തരത്തില്ല? ദൈവം തരത്തില്ല. നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നത് ദൈവം തരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിലർ ചിന്തിക്കുക, കർത്താവേ എന്നാലും ഇത്രയും ഒന്ന് പറഞ്ഞോട്ടെ, ദൈവം നിങ്ങളെ കാണുന്നത് അത്രയും ശക്തിശാലികളായ ചില യോദ്ധാക്കളായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നവും ബുദ്ധിമുട്ടും വന്നിട്ടും നിങ്ങൾ പതറിപ്പോയില്ല, നിങ്ങൾ വീണു പോയില്ല, ഇന്ന് നിങ്ങൾ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, God gives his greatest war to greatest warriors. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠന്മാരായ യോദ്ധാക്കൾക്ക് മാത്രമേ ദൈവം യുദ്ധം ഏൽപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യുദ്ധം വന്നിരിക്കും. ഒന്ന് മനസ്സിലാക്കുക, ദൈവം നമ്മളെ യോദ്ധാക്കളായി കാണുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ റിപ്പോർട്ട്സ് പറയും നമ്മൾ ബലഹീനരാന്ന്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയും
നമ്മൾ കഴിവില്ലാത്തവരാ, ബലഹീനരാ. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മളെക്കാളും കഴിവുള്ള പലരുടെയും ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങളും വന്നപ്പോൾ പലരും തകർന്നുപോയി. പക്ഷെ ഇന്ന് നമ്മൾ കാണ്ടാമൃഗത്തിൻ്റെ തൊലി പോലെ നിൽക്കുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. മറന്നു പോകരുത്, ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ജീവിതത്തിൽ താഴ്ച ഉയർച്ചയുണ്ട്. പക്ഷെ അവിടെ ആ ഉയർച്ചയും താഴ്ചയും അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് നമ്മൾ ജയത്തോടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. താഴ്ചയിലൂടെ കടന്നു പോകേണ്ടി വരും, പക്ഷെ അവിടെ ജയിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. യോസേഫിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വന്നെങ്കിലും അവൻ അവിടെയൊക്കെ അവൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. അവൻ്റെ ദർശനത്തെ മറന്നില്ല, അവൻ്റെ സ്വപ്നത്തെ മറന്നില്ല. സത്യം പറഞ്ഞാൽ ഇവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇവൻ്റെ ജീവിതത്തിലുള്ള ട്രോമയാണ്. പൂച്ചയ്ക്ക് ട്രോമയുണ്ട്. പൂച്ച ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണാൽ പിന്നെ വെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അയ്യോ, കേട്ടിട്ടില്ലേ? ഷോ, എന്നാലും ചിലരൊന്നും കേട്ടില്ല. ഇപ്പം കേട്ടോളൂ. പൂച്ച ചൂടുവെള്ളത്തിൽ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം കണ്ടാലും അത് പേടിക്കും. അതിനെയാണ് ട്രോമ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ വെള്ളമൊന്ന് കണ്ടാലേ പേടിയാണ്. മനസ്സിലാവുന്നുണ്ട്? യോസഫിൻ്റെ ജീവിതം തകരാൻ കാരണമായി തീർന്ന എന്താ? ഒരു സ്വപ്നം കണ്ടു എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമായിരുന്നു. അതോടെയാണ് ഇവനെല്ലാവരും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയത്. അപ്പോൾ സാധാരണഗതിയിൽ പൂച്ച എന്ത് ചെയ്യും? വെള്ളം ഒഴിഞ്ഞൊഴിഞ്ഞു പോകും അല്ലേ? വെള്ളം സംസാരിക്കണ്ട. ഇതുപോലെ നമ്മളെയും ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. ഭർത്താക്കും ഭാര്യമാരുടെ ഇടയിൽ ഇതുപോലെ ട്രോമയായിട്ടുള്ള വഴക്കുണ്ടാക്കിയ ചില വിഷയങ്ങളാണ്. അതിലോട്ട് ഇങ്ങനെ ഗിയർ മാറുന്നു എന്ന് കാണുമ്പോഴെന്ത് ചെയ്യും? ഭർത്താവാണെങ്കിൽ ബൈക്ക് എടുത്തോണ്ട് പോകും, ഭാര്യയാണെങ്കിൽ ഞാനിത് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരിടം പോവില്ല, എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ വിഷയങ്ങൾ നമ്മൾ ഒഴിവാക്കും. മനസ്സിലാകുന്നുണ്ടോ? ശരിയല്ലേ? അതിനെയാണ് ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ യോസഫിൻ്റെ ജീവിതത്തിൽ ഒരു ട്രോമ ടോപ്പിക്കായിരുന്നു ഈ സ്വപ്നം എന്നത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, അവൻ എന്നിട്ടും അത് മറന്നില്ല. അവനതൊരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ദൈവം തന്ന ദർശനം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു ട്രോമയായിരുന്നു. എന്നിട്ടും യോസഫ് എന്ത് ചെയ്തില്ല? അവൻ അതിനെ ഉപേക്ഷിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഗുഡ് ബൈ, ബൈ ബൈ പറഞ്ഞ് പോയില്ല. അവൻ അതിൽ ഉറച്ചു നിന്നപ്പോൾ അവൻ്റെ ട്രോമയെ അവൻ്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കി മാറ്റി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് കിടന്ന് യോസഫ് രാജധാനിയിൽ ഫറവോൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ, ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ഒരുവനായി കാരാഗ്രഹത്തിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടാൻ കാരണമായി തീർന്നത് അവൻ്റെ ഈ ട്രോമ നിറഞ്ഞ ദൈവം നൽകിയ 2 ദർശനമായിരുന്നു എന്ന് മറക്കരുത്. ഇന്ന് നിൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള മുള്ള് നിറഞ്ഞ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. നീ ഒഴിവാക്കി നീ വേദനിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. നീ ഉപേക്ഷിച്ച് മാറ്റി വച്ചിരിക്കുന്ന ചില സാഹചര്യം ഉണ്ടായിരിക്കാം. ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, അതത്രേ ദൈവം നിൻ്റെ ഉയർച്ചയ്ക്കായി ഉപയോഗിക്കാൻ പോകുന്ന ചില ആയുധങ്ങൾ. നിന്നെ തകർത്തതിനെ ദൈവം നിന്റെ ഉയർച്ചയ്ക്കായി ഉപയോഗിക്കുമെന്നാ വചനം പറയുന്നേ. നിന്നെ പിന്നിലേക്ക് ചുരുട്ടിക്കൂട്ടി നിന്നെ ബന്ധിച്ച് ഒന്നുമില്ലാതാക്കി മാറ്റിയ ചില കയറുകളെ നിന്നെ മുന്നിലേക്ക് ഓടിക്കുന്ന ഒരു രഥത്തിന് ആവശ്യമായ ചില കണ്ണികളാക്കി ദൈവം മാറ്റുമെന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37:3 മുതൽ ഒരാളൊന്ന് വായിച്ചാട്ടെ. 37:3. അവൻ എന്നോട് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. എന്ത് കേൾക്കണമെന്ന്? യഹോവയുടെ വചനം കേൾപ്പിൻ. ഒന്ന് പറഞ്ഞാട്ടെ, യഹോവയുടെ വചനം കേൾപ്പിൻ. 105-ാം സങ്കീർത്തനത്തില് ചങ്ങലയ്ക്കും ബന്ധനത്തിനും കാരണമായി തീർന്ന എന്തായിരുന്നു? യഹോവയുടെ വചനവും അരുളപ്പാടുമായിരുന്നു. പക്ഷെ ഇവിടെ യെഹെസ്കേൽ 37:3 മുതൽ വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെയാ കാണുന്നത്, യഹോവയുടെ വചനം കേൾക്കാൻ പറഞ്ഞത് ഒരു ഉയർച്ചയ്ക്കായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിചാരിക്കും ദൈവത്തിൻ്റെ അരുളപ്പാട് നിന്റെ തകർച്ചയ്ക്കായിരുന്നു എന്ന്. യോസഫിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്.
അത് നമ്മുടെ കൺമുമ്പിൽ അത് തകർച്ചയ്ക്കായി മാറിയെങ്കിൽ, തകർച്ച പോലെ നമ്മളെ തോന്നിപ്പിക്കുന്ന അളവിൽ ശത്രു നമ്മളെ തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ, ആമേൻ, ദൈവത്തിൻ്റെ വചനം ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ട് തക്ക സമയത്തിൽ നിന്നെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നീ മറന്നാൽ മറക്കാതെ അതേ വചനം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്. നീ മറന്നാലും ആ ദൈവശബ്ദം നിനക്ക് വേണ്ടിയിട്ട് വിടുതൽ ചെയ്യുമെന്ന്. യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവവചനം എന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായി പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ അതങ്ങ് മറന്നുകളയും. നമ്മളതങ്ങ് അത് തോന്നിയതാ, നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, ആ വചനം പിന്നെ ഓർക്കത്ത് പോലില്ല, ആ ദൈവശബ്ദം നമ്മൾ ഓർക്കത്തില്ല, നമ്മൾ ആ പ്രവചനം ഓർക്കത്തില്ല, നമ്മൾ മറന്നുകളയും. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഇവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്. ഏത് ദൈവത്തിൻ്റെ വചനമാണോ ഇന്ന് നമുക്കൊരു ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ അത് നടന്നില്ല, അതിന് ഓപ്പോസിറ്റ് എൻ്റെ ജീവിതം എന്ന് തോന്നിപ്പിച്ചത്, അതേ ദൈവത്തിൻ്റെ വചനം ആമേൻ തക്ക സമയത്തിൽ ദൈവത്തിൻ്റെ നിയോഗിക്കപ്പെട്ട സമയത്തിൽ നീ മറന്നാലും മറക്കാതെ വണ്ണം ആ വചനം നിൻ്റെ വിടുതലിനായി ചിലത് പ്രവർത്തിക്കാം. യോസഫിൻ്റെതായിട്ടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണെന്ന് മറക്കരുതേ. ഒരു ദർശനമായിരുന്നു. ആ ദർശനം കണ്ടപ്പോൾ യോസഫിൻ്റെ ജീവിതം സകലതും തീർന്നു. പക്ഷേ ഇല്ല, അവൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് അവൻ്റെ അതേ സ്വപ്നം കാണുന്ന ആ എബിലിറ്റി അവനെ ഒരു മന്ത്രിയാക്കി മാറ്റി. ഹല്ലേലൂയ. കാരണം അന്ന് ആ രാജ്യത്തിൽ ഫറവോൻ്റെതായിട്ടുള്ള പല മന്ത്രവാദികളെയും പല ചോദിച്ചറിയുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു വരുത്തി. അവിടെയൊക്കെ വന്നിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ആർക്കും രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് യോസഫ് എന്നൊരു സ്വപ്നക്കാരനെ പറ്റിയിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട് ഓർത്തത്. ഒന്ന് മനസ്സിലാക്കുക. ഇത്ര മാത്രം ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കാം. നിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു നീ പ്രതീക്ഷിക്കുന്ന ചില കാരണങ്ങളെ, ചില മേഖലകളെ ദൈവം അത് നിൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമാക്കി മാറ്റുന്നൊരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മാസത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കൽ കൂടെ ഓർത്തോ. ഇത് പുതിയ തുടക്കത്തിൻ്റെ മാസമാണ്. ഹല്ലേലൂയ. ചില മാറ്റങ്ങളുടെ മാസമാണ് ഈ മാസം. കഴിഞ്ഞ നാളുകളെ നീ നോക്കണ്ട. കഴിഞ്ഞ നാളുകളിൽ നീ നോക്കിയപ്പോൾ നിനക്ക് ഒന്നും പറയാനില്ല, എല്ലാം തകർച്ചയാണ്. ആ തകർച്ചയെ ദൈവം നിൻ്റെ ഉയർച്ചയാക്കിയാൽ പിന്നെ അവിടെ നമ്മളൊന്നും പറയാനൊന്നുമില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നൊന്ന് കരമടിച്ച് സ്വീകരിച്ചോ. ദൈവം സാഹചര്യം നോക്കി പ്രവർത്തിക്കുന്നവനല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ മന്ത്രിയാക്കുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ജയിലിൽ കിടക്കുന്ന ആരെയും പിടിച്ച് മുഖ്യമന്ത്രിയാക്കുമോ? അതും പീഡന കേസ്. ഇവിടെ പീഡന കേസാണ് യോസഫിന് വന്നത്. പീഡന കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് വിധി വന്നിരിക്കുന്ന ഒരാളെ നിങ്ങൾ നിങ്ങളുടെ നേതാവാക്കോ? ഇല്ല, തീർച്ചയായിട്ടുമില്ല. യോസഫിൻ്റെ ജീവിതത്തെ തകർക്കാൻ പിശാച് അത്തരത്തിലാണ് ശ്രമിച്ചത്. ഏറ്റവും അവൻ്റെ ജീവിതം എത്രത്തോളം അടിച്ചു നശിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നശിപ്പിച്ചു. പക്ഷെ എൻ്റെ ദൈവം വിശ്വസ്തനെ. എത്ര നശിച്ചു എന്ന് പറഞ്ഞാലും അതിനെ പുതിയ പാത്രമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വചനം വിളിച്ചു പറയും, ഇതാ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി എന്ന. ഹല്ലേലൂയ. പഴയത് നീങ്ങിപ്പോയി, പുതിയതാ പിന്നെ.